ഞാൻ കരിങ്ങം ഹാരിസ് പാടിയോടിച്ചാൽ അയ്യപ്പ ക്ഷേത്രോത്സവത്തിലാണുള്ളത്. അതിലേറ്റവും ഒരു കൗതുകമുള്ള അല്ലെങ്കിൽ ഒരു പുതുമയുള്ള കാര്യം എന്നുള്ളത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പാടിയോടിച്ചാൽ യൂണിറ്റ് നടത്തുന്ന ഗുലാൻ തട്ടുകടയിലാണുള്ളത്. ഈ ഗുലാൻ തട്ടുകട എന്നുള്ളത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റ് മുട്ട ആംപ്ലേറ്റ് ആയാലും ചായ ആയാലും മറ്റ് പലഹാരങ്ങളിലൊക്കെ അവർ വിൽപ്പന നടത്തുകയും അതിൻ്റെ തുക കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉദാത്തമായ ഉത്തമമായ മാതൃകയാണ്. നമുക്ക് ഗുലാൻ തട്ടുകടയിലേക്ക് നടക്കാം. സാബോട്ടൻ ഇവര് നടത്തുന്ന പരിപാടി സൂപ്പറായിട്ട് എല്ലാ വർഷവും ഇവര് മമ്മൂട്ടി ഫാൻസിന്റെ പേരിൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ മോഹൻലാൽ ഫാൻസാണ്. ഞാൻ മോഹൻലാലിന്റെ കട്ട ആരാധകനാണ്. പല പ്രാവശ്യം സാബോട്ടൻ ഞാൻ ഉടക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പക്ഷെ ഞാൻ ഇവര് ചെയ്യുന്ന സാബോട്ടനോട് നമ്മ ഒരു കാലത്ത് ഇവിടെ വാശിക്ക് ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ഫ്ലക്സ് വേറെ മമ്മൂട്ടിയുടെ ഫ്ലക്സ് വേറെ വെച്ചിട്ട് ഇവിടെ അടിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ മോഹൻലാൽ ഫാൻസാണ്. പക്ഷെ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഓക്കെ അത് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും? ഏകദേശം ഒരു 4-5 വർഷം അല്ലെ സാബോട്ട? എത്ര വർഷമായി സാബോട്ട? 10 വർഷമല്ലേ? ഞാൻ ഓരോ ഷോപ്പിൽ കീഞ്ഞ് കയറി ഇറങ്ങിയിട്ട് ഫ്ലെക്സ് ഇത് നല്ല ഒരു ഇതാണ്. അതല്ല ഇതിനെക്കുറിച്ച് എത്ര വർഷമായി? ഇപ്പൊ 15 വർഷം എടുക്കാനായി. പിന്നെ ഇത് തന്നെ ഈ വരുന്ന ഇത് തന്നെയാണ് ഈ വിജയം. ശരിക്കും പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ എന്നാ പറയണ്ടത് വൈകി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പം നമ്മളല്ല ശരിക്കും പറഞ്ഞാൽ ഹീറോസ് അല്ല ഇവരായിരുന്നു കഴിക്കുന്നവരാണ് അല്ലേ? ഇതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് കിട്ടുന്ന തുക ആർക്കും കൊടുക്കും? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ലാസ്റ്റ് തിയേറ്റർ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ലാസ്റ്റ് അവിടെ ഒരു മനോജ് മാഷുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ 2 വൃക്കയും കംപ്ലൈൻ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പുള്ളിക്ക് ലാസ്റ്റ് സഹായം കൊടുത്തു. അപ്പോൾ അങ്ങനെ 5 പേരെ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഇല്ല നമ്മളെടുത്തു. തീർച്ചയായിട്ടും ഇല്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സംശയം അത്. അപ്പോൾ എന്നാ പറയണ്ട നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അല്ല അങ്ങനല്ല, നിങ്ങൾ മുതൽ മാത്രം എടുക്കുന്നുണ്ടോ? ഒന്നും എടുക്കും. നമ്മൾ അതായത് ഇവിടെ അധികവും മുട്ട അല്ലെങ്കിൽ പൈസ എല്ലാ ആളുകളും മേടിച്ചിട്ട് അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇതാക്കും, പിന്നെ പൈസ കൊടുത്ത് മേടിക്കും. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല ആ സംഭവം. അത് ആദ്യം പറഞ്ഞില്ലേ അനു പറഞ്ഞില്ലേ, അനു പറഞ്ഞ നമുക്ക് മമ്മൂക്കയുടെ വല്ല ലാലേട്ടൻ്റെ ഫ്ലക്സൊക്കെ നോക്കുമ്പോൾ ആൾ കളിയാക്കി വരും.